ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. മൈഥിലി താക്കൂറിനെ കുറിച്ചാണ് ഈ കുറിപ്പ്. നമസ്കാർ, ആജ് ഹം ലോഗ് ഹൈ കേരൾ में मेरे साथ इतने सारे लोग सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, नमः पार्वती पते हर हर महादेव. धन्यवाद. ഈ കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത്, ഈ ദേവത പെൺകുട്ടി ആരാണ് എന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ, അതായത് ശിവരാത്രി ദിവസം ഗുരുവായൂരിൽ നടന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു വിവരണമാണത്. അഴകാന പഴനിമലൈ ആണ്ടവ ഉന്നെ അനുദിനവും കാണവന്തേ വേലവ വള്ളിമയിൽ നാഥനേവ വടിവേലനെ. ഇതാണ് ആ വരികൾ. എന്ന താടക ഇളമുരുകൻ രചിച്ച് രമ്യ നന്ദകുമാർ സംഗീതം നൽകിയ ഒരു മലയാള ഗാനം. അതേ മലയാള ഗാനം എന്ന് അദ്ദേഹം വീണ്ടും സ്ട്രെസ് ചെയ്ത് കുറിച്ചിരിക്കുകയാണ്. ജനപ്രിയ മുരുക ഭക്തിഗാനം. സായി ഭജൻ ഗ്രൂപ്പിന്റെ വരികളും സംഗീതവും ചേർന്നാണ്. ഇത് പലപ്പോഴും സായി ഭജൻ ക്രമീകരണങ്ങളിൽ ആലപിക്കാറുണ്ട്. കൂടാതെ ഇതിന്റെ തമിഴ് വരികൾ വളരെ പ്രശസ്തമാണ്. പഴനി മുരുകന്റെ സൗന്ദര്യത്തെയും വള്ളി ദേവയാനി മൃണാളനെയും പ്രകീർത്തിക്കുന്ന ഭജൻ. കേട്ടാൽ അങ്ങനെ കേട്ട് ഇരുന്നു പോകും. കഴിഞ്ഞ ദിവസം ഗുരുവായൂരിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. മൈഥിലി താക്കൂർ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA-യും ഗായികയുമായ മൈഥിലി താക്കൂർ ഗുരുവായൂരിന്റെ ആദരം ഏറ്റുവാങ്ങാൻ എത്തിയപ്പോൾ ആ ആദരവിന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര നടയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങൾക്ക് മുന്നിൽ അവർ ആലപിച്ച തമിഴ് ഭജനാണ് ഇത്. രാജ്യം മുഴുവൻ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഏറെ ആരാധകരുള്ള ഗായികയാണ് മൈഥിലി താക്കൂർ. തമിഴൻ എഴുതിയ ഗാനം, സംഗീതം നൽകിയത് മലയാളി, ഇവിടെ ആലപിച്ചത് ബീഹാറിന്റെ മകൾ. ഇന്ത്യ ഭാരതം എന്ന് ചിന്തിക്കണമെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ഇതുപോലുള്ള ചിലതുകൂടി കാണണം എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഗുരുവായൂരിൽ നടന്ന സമൂഹ ലളിതാ സഹസ്രനാമ അർച്ചന ഭക്തർക്ക് ആത്മീയാനുഭവമായി. പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രശസ്ത ഗായികയും ബീഹാർ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളുമായ മൈഥിലി താക്കൂർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്ത പരിപാടിയിൽ അച്യുതം കേശവം ഉൾപ്പെടെയുള്ള ഭജനകൾ മൈഥിലി താക്കൂർ ആലപിച്ചപ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിറഞ്ഞു. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടതായിട്ടാണ് നിരവധി ഭക്തർ അഭിപ്രായപ്പെട്ടത്. നൂറുകണക്കിന് ഭക്തർ ഏകകണ്ഠമായി സഹസ്രനാമ ജപത്തിൽ പങ്കെടുത്ത് ചടങ്ങിനെ ആത്മീയോജ്വലമാക്കി. ബീഹാറിലെ അലിനഗർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയ മൈഥിലി താക്കൂർ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം, മൈഥിലി ജനപദ്യങ്ങൾ, ഭജനകൾ എന്നിവയിൽ പ്രശസ്തയാണ്. ബീഹാർ ഖാദി ബോർഡിന്റെ ബ്രാൻഡ് അംബാസഡറായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേറ്റ് ഐക്കണായും അവർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. പിതാവ് രമേശ് ഠാക്കൂറിൽ നിന്ന് സംഗീതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ച മൈഥിലി സഹോദരന്മാരായ ഋഷഭ് ഠാക്കൂർ, അയാച്ചി ഠാക്കൂർ എന്നിവരുമായി ചേർന്ന് ദേശീയ റിയാലിറ്റി ഷോകളിലൂടെയാണ് ശ്രദ്ധേയായത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഭക്തി ഗായികമാരിൽ ഒരാളാണ് അവർ. എന്തായാലും നരേന്ദ്രമോദിയുടെ പെറ്റാണ് മൈഥിലി താക്കൂർ. മൈഥിലി താക്കൂറിനെ അക്ഷരാർത്ഥത്തിൽ മലയാളികൾ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ ഏറ്റെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.